ഹായ് എവ്രി വൺ, വെൽക്കം ടു ഹയാസ് വേൾഡ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കിയിട്ടുക. അപ്പോൾ നമ്മുടെ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വീറ്റ് ബോക്സ് മോഡൽസും അതിൻ്റെ ഡിസൈൻസും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റിനും അതേപോലെ തന്നെ വെഡ്ഡിങ്ങിനും മറ്റ് പ്രോഗ്രാംസിനൊക്കെ നമ്മുടെ സ്വീറ്റ് ബോക്സ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ആ സ്വീറ്റ് ബോക്സിൻ്റെ മോഡൽസും ഡിസൈൻസും ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് വലിയ ടൈപ്പിലുള്ള ഒരു സ്വീറ്റ് ബോക്സ് ആണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ബജറ്റിനനുസരിച്ച് നമുക്ക് വലുതും ചെറുതുമാക്കാം സ്വീറ്റ് ബോക്സുകൾ. നമുക്ക് ഇഷ്ടപ്പെട്ട ബജറ്റിനനുസരിച്ച് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സും നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ലാർജ് ടൈപ്പിലുള്ള ഒരു സ്വീറ്റ് ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സ്വീറ്റ് ബോക്സ് അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മുടെ അത്യാവശ്യം ചോക്ലേറ്റ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ബോക്സാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് മിക്സ് ആയിട്ട് നമുക്ക് താഴ്ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ കുറച്ച് ലാർജ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് നമുക്കിതിൽ ആഡ് ചെയ്യണം. നമ്മുടെ ചോക്ലേറ്റ്സും നമ്മുടെ സ്വീറ്റ് ബോക്സും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ കഴിയും. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയറിലത്തെ ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചോക്ലേറ്റൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സൈസിലും നമ്മുടെ ബജറ്റിനനുസരിച്ചിട്ട് നമുക്ക് സ്വീറ്റ് ബോക്സ് അറേഞ്ച് ചെയ്യാം. ചെറിയ ടൈപ്പ്, വളരെ ചെറിയ ടൈപ്പ് മുതൽ വളരെ ലാർജ് ടൈപ്പ് വരേണ്ടത് അത്യാവശ്യം ഒരു വലിയ ടൈപ്പാണ് ഈ സ്വീറ്റ് ബോക്സ്. നെക്സ്റ്റ് നമ്മുടെ ഫിനിഷിംഗ് സ്റ്റെപ്പാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സാണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പിസ്ത, ബദാം അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ലെയർ കൊണ്ട് നമ്മുടെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഫംഗ്ഷൻസിനും വലിയ ഫംഗ്ഷൻസിനും ഒക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് ഇങ്ങനത്തെ സ്വീറ്റ് ബോക്സ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റായിട്ട് നമുക്ക് നമ്മുടെ സ്വീറ്റ് ബോക്സിൻ്റെ മറ്റ് ഈ മോഡൽ കൂടാതെ കുറച്ച് വേറെ വെറൈറ്റി മോഡൽസും കൂടി നമുക്ക് നോക്കാം. വളരെ വലുത് മുതൽ വളരെ ചെറുത് വരെ നമ്മുടെ ബജറ്റിനനുസരിച്ച് നമുക്ക് ഏതും സെറ്റ് ചെയ്യാവുന്നതാണ്. പലതരം മോഡൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി മോഡൽസിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ കാലത്ത് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സ്വീറ്റ് ബോക്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനത്തെ സ്വീറ്റ് ബോക്സുകൾ നമുക്ക് അറേഞ്ച് ചെയ്ത് ഗിഫ്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നമുക്ക് കുറച്ച് മോഡൽസ് നോക്കാം. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. നമുക്ക് കുറച്ച് മോഡൽസ് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം സ്വീറ്റ് ബോക്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സും മോഡൽസും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഹയാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വാച്ചിങ് അവർ ചാനൽ ഹയാസ് വേൾഡ്.